നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. ഇന്ധന കുടിശ്ശിക വരുത്തിയതിനാൽ ചെയർപേഴ്സൺ നഗരസഭയുടെ ഔദ്യോഗിക വാഹനമായ ഇന്നോവയിൽ സഞ്ചരിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഇന്ധന കുടിശ്ശിക വരുത്തിയത് മുൻ ചെയർമാനാണെന്ന രീതിയിൽ വന്ന പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി മുൻ ചെയർമാൻ രംഗത്തു വന്നത്. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ രൂക്ഷ വിമർശനം രംഗത്തു വന്നത്. എന്തുകൊണ്ട് കുടിശ്ശികയായി എന്ന കാര്യത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വിശദീകരണം നൽകേണ്ടത്. മുൻപ് നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ടായിരുന്ന കാലത്ത് നിലവിലെ ചെയർപേഴ്സൺ വനിതാ ഘടക പദ്ധതിയിലൂടെ നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. കഴിഞ്ഞ മാസം വിജിലൻസ് ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയെന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്ത ആള് എന്നുള്ള നിലയിൽ മാധ്യമപ്രവർത്തകരെ കാണല് സാധാരണഗതിയിലുള്ള സംഗതി അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഡേറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ഒരു സമയം അനുവദിക്കുന്നത് അത്യാവശ്യമാണ്, അല്ലേ? ഒരു ഹണിമൂൺ സമയം അനുവദിക്കുക. ശരി, അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനത്തെ ഒരു സമയം അനുവദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിനു പോലും അർഹതയില്ലാത്ത ഒരു ഭരണകൂടമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. പണ്ട് ഞാനൊക്കെ പന്ത് കളിക്കുന്ന കാലത്ത് ഒരാൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങി. കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് റെഡ് കാർഡ് കണ്ടിട്ട് കയറ്റി. അപ്പൊ അതിന്റെ തമാശ ഞങ്ങൾ വേറെ ആളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അയാൾ ഇറങ്ങുമ്പോൾ തന്നെ റെഡ് കാർഡ് കൊടുക്കേണ്ടി, അങ്ങനത്തെ പ്ലെയറാണ് അയാൾ. അപ്പോൾ കളിക്കാൻ പോലും അർഹതയില്ലാത്ത ആളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചെയർപേഴ്സൺ ആണെന്ന് നിലമ്പൂർ നഗരസഭയിലിരിക്കുന്നത്. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നലെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ നിങ്ങൾ കണ്ടു, തെരഞ്ഞെടുപ്പുകൾ കണ്ടു. അത് എത്രത്തോളം അലങ്കോലപ്രദമായിട്ടാണ് നടന്നത് എന്നുള്ളത് എന്നിലേറെ നിങ്ങൾക്കറിയാം. അത് എന്തുകൊണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ വർഷം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപക്ക് വനിതാ ഘടക പദ്ധതി എന്നുള്ള നിലയിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായി. അതായത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, സ്റ്റൗ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി കാണേണ്ട എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കാണാൻ, അങ്ങനെ അന്വേഷണം നേരിടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ നിലമ്പൂരിലെ ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാളൊക്കെ മുനിസിപ്പാലിറ്റി ഒരു കത്ത് തരുന്നു, ഇത് അന്വേഷിക്കണം. അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കൗൺസിൽ കൂടി ഇത്തരത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു, പിന്നെ മുനിസിപ്പാലിറ്റി നോക്കുമല്ലോ, കാരണം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ നമുക്കറിയാം കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും, കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പലതും. ഇത് അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മുനിസിപ്പാലിറ്റി വാഹനത്തിൽ കൊണ്ടതായിട്ട് അവിടുന്ന് ഒരു മൊഴി കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടിയപ്പോൾ, പാലോളി അടക്കമുള്ള കൗൺസിലാണ് ഈ കൂടുന്നത്, ഐക്യകണ്ഠേന ഈ കേസ് വിജിലൻസിന് വിട്ടൊരു കേസ്. അപ്പൊ അന്ന് പാലോളി പറഞ്ഞത് ഇതൊരു എന്താ പറയുക, ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടാവും. ഇന്ന് ശ്രദ്ധക്കുറവ് എന്നല്ല ഞങ്ങളെല്ലാവരും പറഞ്ഞു, കട്ടുകൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് ആ കൗൺസിൽ അവിടെ തീരുമാനമെടുത്ത് വിജിലൻസിന് കൊടുത്തത്. മുനിസിപ്പാലിറ്റിയിൽ UDFന്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സൺ ആരാകുമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഒരു സംശയത്തിന്റെ നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ സ്ത്രീനെ ചെയർപേഴ്സൺ ആക്കണത് അന്ന് രാത്രിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്, എനിക്കറിയില്ല ആ രീതിയിൽ. പക്ഷെ അതിന്റെ 2 ദിവസം മുമ്പ് എൻ്റെ അറിവിൽ ഇവരെ വീട്ടിൽ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി, ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് വന്നു. ഇത്തരത്തില് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സണായിട്ട് അധികാരത്തിൽ വരികയാണ്. ഈ അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം,
ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പല ആളുകളും കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളുകൾ ഇവരുടെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കാൻ കഴിയില്ല എന്ന് രേഖാമൂലം കോൺഗ്രസ്സുകാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഒരു പരിചയസമ്പന്നത ഇല്ലാത്ത പല ആളുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകളായിട്ട് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പറഞ്ഞ ആളെ അല്ലാതെ വേറൊരാൾ നോമിനേഷൻ കൊടുത്ത് അയാൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കഥയെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു കട്ട മുതലിന്റെ അന്വേഷണം നേരിടുന്ന ഒരു ചെയർപേഴ്സൺ ഏത് നിലക്ക് പ്രവർത്തിക്കും എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നമ്മളെ കുറിച്ച് ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? ഞങ്ങളെ എന്താ പറയാ ഈ സത്യപ്രതിജ്ഞ ധൂർത്തായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഇരട്ടിപ്പിലധികം പൈസയാണ് ഇപ്രാവശ്യത്തെ ഈ ഇതിന് ചെലവായിട്ടുള്ളത്. പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഓരോരോ ഭരണസമിതി അതിൻ്റെതായുള്ള രീതിയിൽ അതൊരു പ്രോസസ്സാണ്. ആ ചെയർപേഴ്സണാണ് ഇതിൽ നിന്നൊക്കെ തടയിടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മേലെ വരുന്ന ഒരു വലിയൊരു ഭാരമുണ്ട്, അല്ലെങ്കിൽ ഈ സമൂഹം അറിയപ്പെടുന്ന സാധനമുണ്ട്. അതിലാണ് ഈ പറഞ്ഞ കുടിശ്ശിക. ഇത് മുനിസിപ്പാലിറ്റിയിൽ ചെയർമാന്റെ വണ്ടിയിൽ അടിച്ചാലട്ടെ, കാരണം അവര് പോകുമ്പോൾ മുനിസിപ്പാലിറ്റിയിലില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ആ പറമ്പറയങ്കാളെ പോലത്തെ ട്രാക്ടറാണ് ഉള്ളത്. ഇന്നിപ്പോ അവിടെ ഏതൊരു 10-18 വണ്ടികൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതും അല്ലാതെ പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയതൊക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ട്. ഇതെല്ലാം ഡീസൽ അടിച്ചാണ് ഈ പൈസ. ഈ ഡീസൽ അടിക്കുന്ന പൈസ എങ്ങനെയാ? 50,000 അല്ലെങ്കിൽ 75,000 അല്ലെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ ആകുന്ന സമയത്ത് ഈ പറയുന്ന എന്താ നമ്മളെ പെട്രോൾ പമ്പുകാർ ബില്ല് കൊടുക്കുന്നത് അനുസരിച്ച് പാസ്സാക്കിയിട്ടാണ് പോവുക. 50,000 താഴെയാണെങ്കിൽ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റും. 50,000 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ പിന്നെ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് പിന്നെ അത് കൗൺസിൽ പാസ്സാക്കി പോകണം. ഇപ്പൊ നമുക്കൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരത്തിലുള്ള പ്രൊസീജിയർ ഇല്ലല്ലോ, ഈ പറയുന്ന ഉദ്യോഗസ്ഥരല്ലേ. അപ്പൊ അതുകൊണ്ടുള്ളൊരു കുടിശ്ശികയാണ്. എന്നാൽ ഞാൻ അതും സമ്മതിക്കാം, ഞാൻ ഒരു കുടിശ്ശിക ഉണ്ടായിട്ട് ഭരണം ഏറ്റെടുത്തില്ല, ആയിക്കോട്ടെ. വേറെ എന്തൊക്കെ കുടിശ്ശിക ഉണ്ട് അവിടെ? പുതിയ നഗരസഭാ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിസം തുടങ്ങിക്കഴിഞ്ഞു. സീനിയർ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാക്കിയത് ചെയർപേഴ്സന്റെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും മുൻ ചെയർമാൻ ഉന്നയിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.